അപ്പോൾ സമൂഹത്തിൻ്റെ ചെലവിൽ മദ്യം വ്യാപകമായി ഒഴുക്കി സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി ഈ നികുതി ഇളവ് കൊടുത്തതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ വ്യക്തമാക്കേണ്ടി വരും എത്ര കിട്ടി എന്ന്. എത്ര കിട്ടിയത് കൊണ്ടാണ് ഈ ഇളവ് കൊടുത്തത്? ഇപ്പോഴത്തെ ഭയങ്കര ചർച്ചാ വിഷയവും ചിലരുടെ ഉള്ളിൽ തീയും ആയ ഒരു വിഷയമാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച മദ്യം, വില കുറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം നമ്മുടെ കേരളത്തിലെ നികുതി കുറയ്ക്കുക, പകുതിയാക്കി. അപ്പോൾ കൂടുതൽ കേരളത്തിലേക്ക് ഇറങ്ങും വീര്യം കുറഞ്ഞ മദ്യം. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പം ഇപ്പോൾ 2 മാസം മുന്നേ വരെ ഉണ്ടായ ഈ എക്സൈസ് മന്ത്രി കേരളത്തിലെ എത്ര ബാറുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? നിങ്ങൾ അധികം ഭരണത്തിൽ വന്നപ്പോൾ, നിങ്ങൾ ഭരണത്തിൽ കയറാനായിട്ട് മുന്നേ ബാറുകളൊക്കെ നിർത്തും, മദ്യം എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ നിന്ന് ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര വരുമാനമാണെന്ന്. ആർക്കാണ് സാർ വരുമാനം? സർക്കാരിനാണോ ഇത്ര നാൾ വരുമാനം കിട്ടിയിരുന്നത്? നിങ്ങൾ വന്നപ്പോൾ തുടങ്ങിയ ബാറുകൾ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം തന്നെ ചിന്തിച്ചു നോക്കുക. അവിടെ ആ വരുമാനം മുഴുവൻ ഈ ബാറുകളുടെ ഉടമസ്ഥന്മാരല്ല കൊണ്ടുവരുന്നത്, സർക്കാരിന് കിട്ടിയിരുന്നോ? ആ സർക്കാരിന് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇത്രയും പേരുത്ത് ബാറുകൾ തുറന്നിട്ടത്? ഒരു സാധാരണക്കാരൻ്റെ പോക്കറ്റ് കാലിയാവാനായിട്ട് ഇതിനൊട്ടും വലിയ വേറെ ഏതേ പദ്ധതിയാണ് സാറുള്ളത്? എന്നിട്ട് ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൂടുതൽ കേരളത്തിൽ കൂടുതൽ ഒഴുകിക്കൊണ്ട് ഇപ്പം എന്താണ് സാർ? വീര്യം കുറഞ്ഞ മദ്യമല്ലേ? നിങ്ങളുടെ റിപ്പോർട്ട് ചാനലിലെ ആ എന്നിട്ട് പറയാ തത്തമ്മ മോറൻ അഗസ്റ്റിൻ കിടന്ന് ഇതുണ്ടായിരുന്നു, അതിന് വെള്ളം ഒഴിക്കണ്ടേ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വീര്യം കുറയില്ല എന്നൊക്കെ ആ പുള്ളിക്കാരൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറയേണ്ടായിരുന്നു. അവന് പിന്നെ വിവരമില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങി വെച്ച ബാർ ഉടമസ്ഥന്മാരുടെ കണ്ണീരാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, അല്ലാണ്ട് കേരള ജനതയെ കുറിച്ചിട്ടല്ല. കാരണം ബാറുകളുടെ വരായി നിൽക്കും. 100 രൂപ കൊടുത്താൽ ഒരു എന്താ പറയുക 6 പെഗ് പൈൻറ്റ് അല്ലെങ്കിൽ ഹാഫ് കിട്ടുമെങ്കിൽ അവൻ അതല്ല വാങ്ങിക്കുള്ളൂ. അത് വീര്യം കുറഞ്ഞതായാലും അവന് കുടിച്ചാൽ മതിയല്ലോ, കുടിയന്മാർക്ക് കുടിച്ചാൽ മതി. ബാറിൽ തന്നെ പോയി കുടിക്കണമെന്നില്ല. ബാറിൽ പോയി 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 150 രൂപ 200 രൂപ കൊടുത്താൽ ഒരു പെഗ് സ്മോള് കിട്ടുള്ളൂ. അവൻ ചിന്തിക്കുന്നത് ബീവറേജ് വന്നിട്ട് ഈ സാധനം വാങ്ങിക്കാം, വീര്യം കുറഞ്ഞാലും കുഴപ്പമില്ല, കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാവും, ഭാര്യമാർക്ക് സന്തോഷമാവും. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാത്തത്? ഈ സാധാരണക്കാരൻ ബാറിൽ പോയി തന്നെ കുടിക്കണം, എന്നിട്ട് ബാറ് മുതലാളി വലുതാവണം, ഈ സാധാരണക്കാരാണ്ട് പണ്ടാറടങ്ങിയാണ്ട് പോകണം. ബാറ് മുതലാളിമാരുടെ കണ്ണീര് കാണാൻ നിങ്ങൾക്ക് വയ്യെങ്കിൽ അത് വേണ്ട, നിങ്ങൾ കാണണ്ട, അവരുടെ അടുത്ത് പോകാൻ പണിയൊക്കെ പറയും. ഈ വീര്യം കുറഞ്ഞ മദ്യം വരുന്നത് കൊണ്ട് ആർക്കാണ് ഇവിടെ നഷ്ടം? സാറിന് പറഞ്ഞു സർക്കാരിന് ഭയങ്കര നഷ്ടമാണ്. അത് ഭരിക്കുന്ന സർക്കാരല്ലേ, അവരാ നോക്കിക്കൊള്ളില്ലേ. നഷ്ടം നികത്താൻ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി അവർ കണ്ടെത്തിയിട്ടുണ്ടാവും. ഈ മദ്യം ഒറ്റയടിക്ക് നിർത്തിലാക്കി കഴിഞ്ഞാൽ കുറേ എണ്ണം മണ്ണെണ്ണ പിടിച്ച് കുടിക്കുന്നു, എന്നിട്ട് ടർപ്പൻ്റെ എടുത്ത് കുടിക്കുന്നു. ഇതൊക്കെ കണ്ടതല്ലേ? ഈ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ വേണ്ടവർക്ക് അത് വാങ്ങിച്ചു കുടിച്ചോടെ. ബാറുകളിലേക്ക് പോവില്ലല്ലോ പകുതി പേരും. ബാറിൽ പോയി കുടിക്കുന്നതിൻ്റെ ഒരു 100% ഒരു 90% ആൾക്കാരും ബീവറേജ് ഈ സാധനം വാങ്ങിച്ച് പോയി കുടിക്കും. കാരണം ഇത്രയല്ലേ വിലയുള്ളൂ, ബാക്കിയുള്ള കാശ് അവരുടെ കുടുംബത്തില്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കുറിച്ച് ചിന്തിക്കാത്തത്? എന്തിനും ഈ നെഗറ്റീവ് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണ്? ആരെങ്കിലും ഒരാൾ ഒരു നല്ലൊരു കാര്യം തീരുമാനം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് നല്ലതാണോ പൊട്ടയാണോ, ജനങ്ങൾക്ക് നല്ലതാണോ, നിങ്ങൾക്ക് ആരെയല്ല കേട്ടോ പറഞ്ഞത്, ജനങ്ങൾക്ക് നല്ലതാണോ പൊട്ടയാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കുക, എന്നിട്ട് പുറത്ത് വന്നിട്ട് പറയും. ഒരു സാധാരണക്കാരൻ്റെ ഏതൊരു വ്യക്തിയായാലും മദ്യം ഇങ്ങനെ കുടിച്ച് സാധനം ഇല്ലാണ്ടാവണമെങ്കിൽ ഇല്ലാണ്ടായിക്കോട്ടെ. വീര്യം കുറഞ്ഞ മദ്യമാണ്, കുടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് തോന്നിയാൽ ഏറ്റവും അവസാനം അവൻ ചിലപ്പോൾ നിർത്താൻ തോന്നിയാലോ. ഈ വലിയ വീര്യം കൂടിയ മദ്യങ്ങൾ ഈ സർക്കാർ ചിലപ്പോൾ നിർത്തലാക്കിയാലോ, ചിലപ്പോൾ അതാണ് ഈ സർക്കാരിൻ്റെ ഉദ്ദേശമെങ്കിലോ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു സ്വന്തം പല്ലിനിടെ കുത്തി എന്തിനാണ് സാർ നാറ്റിക്കുന്നത്? ഈ സർക്കാർ വന്നതിന് ശേഷം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ മദ്യനയത്തിൻ്റെ കേസും വന്നതും ഇത് തന്നെയാണ്.
കാരണം വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്ര ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കിയാണ് കുറേ ബ്രാൻഡുകളുണ്ടല്ലോ, വാട്ടർ റമ്മ്, ഇതൊക്കെ കുടിച്ച് കിളി പോയിട്ട് കുടുംബത്തിൽ പോയി വക്കാണ്ടാക്കാന്ന് പണ്ടാരങ്ങള്. ആ 100 രൂപക്കാർ ഇങ്ങനത്തെ കുടിച്ച് മൂത്രമൊഴിച്ച് കളഞ്ഞോളും. സോറി. അല്ല, ഇവരൊക്കെ ഈ വർത്തമാനം പറ ഒരു ആവശ്യമില്ലാന്ന്. എന്താണ് ഇതിന് പ്രയോജനപ്പെടുക എന്നുള്ളത് ഇവർ ചിന്തിക്കുന്ന പോലും ഇല്ല. ഈ ബാറുകാര് വളരാൻ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാറിലേക്കുള്ള ഓട്ടം നിൽക്കുമല്ലോ. അപ്പൊ ബാറുകാര് കുത്തുപാട് എടുക്കുമല്ലോ. ഇവരായിട്ട് പുറത്തിറങ്ങി വെച്ചതാണ് കുറെ ബാറുകള്. ആ ബാറുകളിലെ സംഭവം നിൽക്കുന്ന കാരണം കൊണ്ട് ഇവർക്ക് ഇത്തിരി വലിയ വിഷമാണ്. നല്ലത് കണ്ട നല്ലതെന്ന് അംഗീകരിക്കാൻ പഠിക്കുക. ഇതന്നെ